ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഒരു ദിവസത്തെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്ന. പാചകത്തിൻ്റെയാണ്. നമുക്ക് രാവിലെ ചായ ഇടാം. പാല് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. പാലിവിടെ തിളച്ച് വരുന്നു. നമുക്കൊന്ന് തേയില ഒന്ന് ചേർത്ത് കൊടുക്കാം. പാലൊന്ന് തിളച്ച് വരാറായി. നമുക്കൊന്ന് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. ചായ ഇട്ടതിന് ശേഷമാണ് കാപ്പിയുടെ പരിപാടിയൊക്കെ നോക്കേണ്ടത്. ചായയൊക്കെ ഇട്ട് മക്കൾക്ക് കൊടുത്തിട്ട് വേണം കാപ്പിയുടെ പരിപാടി നോക്കാം. കാപ്പിയും കൊടുത്തിട്ട് പിന്നെ ചോറിൻ്റെ പരിപാടി നോക്കണം. ഒരുപാട് ജോലികൾ നടക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ നോക്കാം. ചായ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. ഞാനിന്നലെ രാത്രി ദോശയ്ക്ക് മാവാട്ടി വെച്ചായിരുന്നു. അപ്പൊക്കെ രാത്രി വന്നപ്പോൾ പത്തിരിയും ബീഫ് കറിയും മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. രാവിലെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി അതൊന്ന് ആവിയേറ്റി എടുക്കുകയാണ്. ഞാൻ അതൊന്ന് ആവിയേറ്റി എടുത്തിട്ട് മക്കൾക്കൊന്ന് കാപ്പി കൊടുക്കണം. കാപ്പി കൊടുത്തിട്ട് എനിക്ക് അരിക്ക് വെള്ളം ഇടണം. അത് കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ മേടിച്ചുകൊണ്ട് വന്ന ബീഫ് കറിയാണ്. ഇതിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ആക്കി കൊച്ചുങ്ങൾക്ക് കാപ്പി കൊടുക്കണം. ഇത് ആവി ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മക്കൾക്ക് കാപ്പി കൊടുക്കാം. വേറോട്ടേക്ക് നല്ല ചൂട്. നമുക്ക് കറിയും കൂടെ എടുത്ത് മോനിക്ക് കൊടുക്കാം. 2 മക്കളുണ്ട്. അതിലൊരു മോൻ കടയിൽ പോയേക്കുന്നു. ഒരാൾ വന്നിട്ട് അവർക്ക് കൂടെ കൊടുക്കണം. ആദ്യം ഇളയനെ കൊടുത്ത് നമുക്കൊന്ന് ജോലി ഒന്ന് ഒതുക്കാം. ചായയും കൂടെ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് മോനിക്ക് കഴിക്കാൻ കൊണ്ട് കൊടുക്കാം. മോനിക്ക് കഴിക്കാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവൻ കഴിച്ചു തുടങ്ങി. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ അരിക്ക് വെള്ളം വെക്കുകയാണ്. വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമുക്ക് അരിയൊക്കെ ഇടേണ്ടത്. വെള്ളം ഒന്ന് തിളക്കട്ടെ. തീയൊന്ന് കത്തിച്ചിട്ടുണ്ട്. ഒരു മോൻ കടയിൽ പോയിട്ട് വന്നായിരുന്നു. ഞാൻ അടുത്ത ആൾക്കും കൂടെ കാപ്പി കൊടുക്കാൻ വേണ്ടി കാപ്പി കൊടുക്കുകയാണ്. ചൂട് പെറോട്ട. ഇനി കറിയും കൂടെ എടുക്കട്ടെ. അവനൊന്ന് കാപ്പി കൊടുക്കണം. കാപ്പി കൊടുത്തിട്ട് ഇനി അരിക്ക് വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന അരി ഇടണം. ചായയും കൂടെ എടുക്കണം. അവന് ഞാൻ കാപ്പി കൊടുത്തിട്ടുണ്ട്. ഇനി അവന് കാപ്പിയും കൂടെ നമുക്കൊന്ന് കൊടുത്ത് അവൻ കുടിച്ച് തീർന്നിട്ട് ഇനി നമുക്ക് അരിയൊക്കെ ഇടണം. അതുകൊണ്ട് അവൻ കാപ്പി കുടിക്കട്ടെ. നമുക്ക് അരിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം. അരിയൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകി പറക്കാണ്ട് അതൊക്കെ ഒന്ന് കഴുകി പറക്കിയിട്ട് അരിക്ക് വെള്ളം ഇട്ടിട്ടുണ്ട്. അപ്പം വെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇടണം. അത് കഴിഞ്ഞിട്ട് തോരൻ വെക്കണം, മീൻകറി വെക്കണം. പാത്രം ഒന്ന് കഴുകി പറക്കി എടുക്കാം. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു കേക്ക് ഉണ്ടാക്കണം, ഒരു പൈനാപ്പിൾ പായസം ഉണ്ടാക്കണം. അതൊക്കെ ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉച്ചയ്ക്ക് മക്കൾക്ക് ചോറ് കൊടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഒക്കെ കഴുകി തീർന്ന് ഞാൻ ഇവിടെ 3 നാഴി അരി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അരി ഒന്ന് കഴുകിയിടാം. വെള്ളം തിളച്ചിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. രാവിലെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തുണി കഴിവലൊന്നും നടന്നിട്ടില്ല. മഴ തോന്നിയിരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊക്കെ ചെയ്യണം. രാവിലെ തുണി കഴിവലൊക്കെ ഒന്ന് നടക്കും. ഇളയ പിള്ളേർ 2 പേരുണ്ട്. അവർ ചെറുതായിട്ട് അലക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിലൊക്കെ എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതൊക്കെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി ഇരുത്തിയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. വെള്ളം തിളച്ച് നമുക്ക് അരി ഒന്ന് ഇട്ട് കൊടുക്കാം. അരിയുടെ പുറത്ത് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
ചോറ്റിന് വെള്ളമില്ലായിരിക്കുമ്പോൾ ഈ വെള്ളം തിളക്കുമ്പോൾ അതൊന്ന് നമുക്കത് ചേർത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് തോരൻ വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ അരി വെന്ത് വരുമ്പോൾ നമുക്ക് തോരനൊക്കെ അരിഞ്ഞൊന്ന് മാറ്റാം. അത് കഴിഞ്ഞിട്ട് മീൻ കൊണ്ടുവരുമ്പോൾ മീൻ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് തോരൻ അരിയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് ബീൻസാണ്, നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. തോരനാണ് അരിഞ്ഞെടുക്കുന്നത്. നമുക്ക് തോരൻ അരിഞ്ഞെടുത്ത് തോരൻ വെച്ചിട്ട് അപ്പോഴും മീൻ കൊണ്ടുവരും. മീൻ കച്ചവടമാണ്. അപ്പം മീൻ കൊണ്ടുവരുമ്പോൾ ഒക്കെ മീൻ കട്ട് ചെയ്ത് തരും. അപ്പോൾ അതൊന്ന് കറി വയ്ക്കണം. ഇങ്ങനെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. തോരനാണ്. നേരത്തെ ഞാൻ തോരനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞ് ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് തോരൻ വെച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് എണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. പയർ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയെടുക്കും. ചാളമീൻ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് പൊരിക്കാൻ വേണ്ടി മരിഞ്ഞെടുക്കാൻ കണ്ടിച്ച്. ചാളമീൻ ഇവിടെ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പൊരിക്കാം. ഇത് പൊരിക്കാൻ വേണ്ടി ഞാൻ അരപ്പൊന്ന് ചേർക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഇതോടെ പുരട്ടി മാറ്റി വയ്ക്കാം. ഇതൊന്ന് അരപ്പും ഉപ്പൊക്കെ ഒന്ന് പിടിച്ചെടുക്കട്ടെ. എന്നിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. കറി വയ്ക്കാൻ 3 തേടാണ് കിട്ടിയിട്ടുള്ളത്. അത് 3 തേട് കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനു വേണ്ടി ഞാൻ അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മീനൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മീനൊന്ന് ചേർത്ത് കൊടുക്കാം. പുളിമുളകാണ് കറി വയ്ക്കുന്നത്. തെക്കായ ഇത് കട്ട് ചെയ്ത് തന്നത് അതുകൊണ്ട് നല്ല പീസായിട്ട് കിട്ടി. ഞാൻ കട്ട് ചെയ്ത് എടുത്താൽ ഇത് കണക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നിൽക്ക തന്നെ മീൻ കൊണ്ട് തന്ന് കട്ട് ചെയ്ത് തന്നു. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ അരി ഊറ്റിയിട്ടായിരുന്നു. നമുക്കൊന്ന് നൂത്തെടുത്തൊന്ന് മുരിച്ചിറക്കാം. വെള്ളത്തിലിട്ടേക്കായിരുന്നു. അത് പൊഴിഞ്ഞെടുത്ത് നമുക്ക് കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നേരത്തെ കറി ചേർത്തില്ലായിരുന്നു. ചേർത്ത് നേരത്തെ നമ്മൾ മീൻ പൊരിക്കാൻ മാറ്റി വെച്ചിരുന്ന അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. പരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. കുറേ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം തിരിച്ചിട്ട് ഒന്നും കൂടെ നമുക്ക് മുരിച്ചെടുക്കാം. നൂത്തെടുത്ത് മുരിച്ചിറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചോറൊന്ന് മാറ്റി വയ്ക്കാം. മീൻ ഇവിടെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതിൻ്റെ ബാക്കിയും കൂടെ ഉണ്ട് പൊരിച്ചെടുക്കാം. അതും കൂടെ നമുക്ക് പൊരിച്ചെടുക്കണം.
എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഉടച്ചേറി വയ്ക്കണം. ചേനയായിട്ട് ഒരു തോരനും വെക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ആവി കിടന്നുകൂടെ വെന്ത് കിട്ടും. എന്നിട്ട് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരമുറി തിരുവി നമുക്കൊന്ന് തോരനൊന്ന് അരച്ചെടുക്കാം. ഉടച്ചേറി വയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് അരപ്പൊന്ന് തയ്യാറാക്കാൻ വേണ്ടി ഒന്ന് തേങ്ങ ഒന്ന് തിരികെ എടുക്കാം. അരമുറി തേങ്ങയാണ് ഇത് തിരികെ എടുക്കാം. തേങ്ങ ഇവിടെ തിരികെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ജീരകം ഒരു നുള്ള് ചേർത്ത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതിവിടെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ചേന ഉടച്ചേറി വയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചിറക്കും മുമ്പ് ഞാൻ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വെന്ത് വരുമ്പോൾ അരപ്പും കൂടെ ഒന്ന് ചേർക്കാൻ വേണ്ടിയാണ് ഞാൻ മുമ്പ് അരപ്പങ്ങ് മാറ്റി വെച്ചത്. അരച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കറി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. തോരൻ അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഞാൻ കൈക്കൊന്ന് ഞവടി എടുത്തിട്ടുണ്ട്. നമുക്കിനി തോരനൊന്ന് ചേർത്ത് കൊടുക്കാം. ആവിയിലൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് നിന്ന് ഇളക്കിയെടുത്ത് നമുക്ക് യോജിപ്പിച്ച് ചേർത്ത് നല്ലൊന്ന് വെന്ത് വരട്ടെ. ഒന്നും കൂടെ വേവാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അരപ്പൊക്കെ ചേർത്ത് ഉടച്ചെടുത്തിട്ടുണ്ട്. തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം വെന്ത് കിട്ടി. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഭക്ഷണങ്ങളെല്ലാം തയ്യാറായി. ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിപ്പിറക്കി എടുക്കാം. പാചകമൊക്കെ ചെയ്ത് തീർന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിപ്പിറക്കി എടുത്തിട്ട് കൊച്ചുങ്ങൾക്ക് ചോറൊക്കെ കൊടുക്കണം. ആദ്യം നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിപ്പിറക്കി മാറ്റിയെടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചോറും കൊടുത്ത് ഇവിടെ എല്ലാം തൂത്ത് തുടയ്ക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 മണിയുടെ ചായ തയ്യാറാക്കണം. പിന്നെ അതിൻ്റെ കടി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ചോറും കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതെല്ലാം തയ്യാറാക്കിയതൊന്ന് കാണിച്ചു തരാം. മീൻ പൊരിച്ചത്, തോരൻ, മീൻകറി, ഉടച്ചേറി. ഇനി നമുക്ക് കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഇതൊന്ന് വിളമ്പിയെടുക്കാം. ഉച്ചയ്ക്ക് 1 മണിയായി. ഞാൻ ഇളയ മോനിക്ക് ചോറ് കൊടുക്കുകയാണ്. അവന് വിശക്കുന്നു. ഓരോരുത്തർക്കായിട്ട് ചോറ് കൊടുക്കാൻ വാപ്പായും മൂത്ത മോനും കൂടെ പുറത്ത് പോയേക്കാണ്. അവർ വന്നിട്ട് അവർ കഴിക്കും. ഞാൻ ഒരു മോനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പിന്നെ അവൻ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അവൻ ചോറ് കഴിക്കും. ചേമ്പ് പൊടിച്ചതും കൂടെ വീട്ടിൽ വെച്ച് കൊടുക്കാം. തിരിച്ചേ കഴിക്കുള്ളൂ. എല്ലാം തിന്നത്തൊന്നുമില്ല. തോരൻ, മീൻ പൊരിച്ചത് വേണം ഒരു 3-4. അത് മാത്രം മതി. ബാക്കിയൊന്നും വേണമെന്നില്ല. ലേശം ഇഞ്ചി അച്ചാറും. രാവിലത്തെ മോന് കാപ്പിയുടെ ഇറച്ചിക്കറി ലേശം ഇരുന്നായിരുന്നു. അതിനകത്ത് വെച്ച് മീൻകറിയും കൂടെ വെച്ച് കൊടുക്കാം. ഇതൊന്നും കഴിക്കത്തില്ല. എല്ലാം കൂടെ ഒന്നും കളച്ചില്ല. എന്നാലും എല്ലാം വേണമെന്ന് പറഞ്ഞു. 3 മണിക്കുള്ള ചായ ഒന്ന് ഇടാൻ വേണ്ടി നമുക്കൊന്ന് പാലൊന്ന് എടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടുപ്പിലോട്ട് നമുക്ക് വയ്ക്കാം. ഗ്യാസ് കത്തിച്ച് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം. പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊരു 1 ടേബിൾ സ്പൂൺ തേയില ഒന്ന് ചേർത്ത് കൊടുക്കും. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
കിട്ടിയിട്ടുണ്ട്. ചായ നമുക്ക് അരിച്ചു മാറ്റിയെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ അരിച്ചു കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു കപ്പിലോട്ടൊന്ന് ആറ്റിയെടുക്കാം. നന്നായിട്ട് ആറ്റി പതപ്പിച്ച് നമുക്കെടുക്കാം ചായ. കൊച്ചുങ്ങൾക്ക് നമ്മൾ ചായ പതപ്പിക്കുന്ന ഇഷ്ടം. നമുക്കധികം കടുപ്പൊന്നും ഇടുന്ന ഇഷ്ടമല്ല. മീഡിയം കടുപ്പേ ഇടുള്ളൂ. അങ്ങനെ കടുപ്പൊന്നും ഇടത്തില്ല. അധികം കടുപ്പം ഇട്ടാൽ കൊച്ചുങ്ങൾ കുടിക്കത്തില്ല. കൊച്ചുങ്ങൾ മാത്രമല്ല, ഞാനും കഴിക്കത്തില്ല. അതിവിടെ എക്കാർക്കും ഇഷ്ടമില്ല കടുപ്പം ഇടാതെ ചായ ഇടുന്നത്. അത് നല്ല കടുപ്പം. എനിക്ക് 3 മക്കൾക്കും നല്ല കടുപ്പം വേണ്ട. കടുപ്പം കൂടുതലിട്ട് ചായ കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും വീട്ടിൽ പോയാൽ നമുക്ക് ചായ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കടുപ്പമാണെങ്കിൽ കുടിക്കത്തില്ല. അല്ലെങ്കിൽ അതിന് മുമ്പേ ഒരു ചായ ഇടാൻ കയറുന്നുമ്പേ നമ്മൾ പറയും കടുപ്പം വേണ്ട. ലൈറ്റായിട്ടുള്ള മതി. കടുപ്പം വേണ്ട. ചായ കുടിക്കുന്നത് കൈ നമ്മളെല്ലാവരും ഹോട്ടലിലൊക്കെ കയറുമ്പോൾ ചായ കുടിക്കാൻ ചായക്കടയിലൊക്കെ അവർക്ക് 3 ഗ്ലാസ്സിലായിട്ട് ചായ ഒന്ന് വീത്തിയെടുക്കാം. അവർക്ക് കൊടുക്കാനാണ്. ഞാൻ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ചായ ഉണ്ടാക്കിയായിരുന്നു. അവർക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു സാധനം മേടിച്ചായിരുന്നു. നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഈ സാധനമാണ് മേടിച്ചത്. ഒന്ന് പൊരിച്ചു കൊടുക്കണം. അവർക്ക് ചായയുടെ എന്തെങ്കിലും വേണം കഴിക്കാൻ. എണ്ണ ചൂടായി വന്നിട്ട് നമുക്കിതിന് കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒന്ന് പൊരിച്ചെടുക്കാം. ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെയാണ് കൊച്ചുങ്ങൾക്ക് ഇഷ്ടം. കറുമുറായിരിക്കുന്നത് എനിക്കും അത് തന്നെ. പിന്നെ അവർക്ക് ചായയുടെ എന്തെങ്കിലുമൊക്കെ വേണം. ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ ചായയുടെ നമുക്ക് കിട്ടാൻ വേണം. എല്ലാവർക്കും വേണം. ഒരാൾക്ക് മാത്രമല്ല, മക്കൾക്ക് മാത്രമല്ല, എനിക്കും അത് തന്നെ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരും, പലഹാരങ്ങളൊക്കെ. പിന്നെ ഞാൻ ഇന്നിപ്പം കടയിൽ പോയപ്പം കണ്ടപ്പം മേടിച്ചതാണിത്, എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ചായ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് പാത്രത്തിൽ ഇടുന്നുമ്പോൾ ഇളയാൾ ഒരു ഒന്നെടുത്തോണ്ട് പോകുന്നുണ്ട്. ഒന്നും കൂടെ ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ മറുവശത്തൂടെ എടുത്തോണ്ടങ്ങ് പോകും. 3 പേർക്കും ചായയും കടിയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് 3 പേർക്കും ചായയും വാഴയ്ക്കപ്പം, ഉള്ളിവട, പരിപ്പ് വടയും കൂടെ ഉണ്ട്. അവരെ വാപ്പ മേടിച്ചുകൊണ്ട് വന്ന ഇതൊക്കെ അതും കൂടെയൊക്കെ കൊടുക്കാം. അവർക്ക് ഇത് മാത്രം പോരുത്, എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും കൂടെയൊക്കെ വേണം. അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ആണെങ്കിലും വേണം. ഇതിപ്പം തന്നെ അങ്ങോട്ട് തിന്നുടനെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെക്കാം. ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മണം മാറാൻ വേണ്ടിയാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. പഞ്ചസാര പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ നമുക്ക് ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. 1 കപ്പ് പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഒന്ന് ചേർക്കാം. ബേക്കിംഗ് സോഡ അല്ലേ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം.
ഒരു പിഞ്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ അരിച്ചെടുക്കാം. അരികളൊന്നുമില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കൊക്കോ പൗഡർ ചേർക്കാൻ മറന്നുപോയി. നമുക്കിതൊന്ന് അരിച്ചല്ലാതെ ഒന്ന് എടുക്കാം. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ബിസ്ക്കറ്റൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അരികളൊന്നുമില്ല, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതിവിടെ ഇളക്കിയെടുക്കാം. കൈയെടുക്കാതെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇവിടെ വിസ്ക് വെച്ച് ഇവിടെ ഇളക്കിയെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ബാറ്റർ തയ്യാറാക്കി വെച്ച് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇവിടെ ഒന്ന് ഇളക്കിയെടുക്കാം. കുറേശ്ശെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഒരു സൈഡിൽ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈയെടുക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പാത്രം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. എണ്ണ തേച്ച് നമുക്കൊന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് 4 സൈഡിൽ നന്നായിട്ടൊന്ന് തേച്ചെടുക്കാം. 4 സൈഡ് ഇവിടെ എണ്ണ തേച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടർ പേപ്പർ കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ഉപ്പ് ഇട്ടൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കി അതിലോട്ടൊന്ന് ഇറക്കി വയ്ക്കാം. നമുക്ക് ബാറ്റർ പാത്രത്തിലേക്കൊന്ന് വീഴ്ത്തി കൊടുക്കാം. ഇതെല്ലാം ഇവിടെ വീഴ്ത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് ഒക്കെ കഴിയാൻ നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കൊന്ന് ഇറക്കി വയ്ക്കാം. നമുക്ക് 45 മിനിറ്റ് കൊണ്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇതിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. ഇനി നമുക്ക് അതിന് വേണ്ടി പഞ്ചാര പാനി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ചേർക്കാനാണ് കേക്കിലോട്ട്. പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മൾ ഡ്രീം കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വിപ്പിംഗ് ക്രീം വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടില്ല. നമുക്കൊന്ന് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി 2 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് നമുക്ക് പാത്രത്തിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ എടുത്ത് വെച്ച് നമുക്ക് ഇനി പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ലെയറും കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം.
നന്നായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രീം കേക്കിൻ്റെ വലുപ്പത്തിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഡ്രീം കേക്ക് മേടിച്ച ടിന്നാണ്. നമുക്കിതിൻ്റെ വലുപ്പത്തിന് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യത്തെ ലെയർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റേ ലെയറും ഇത് കണക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മൾ കട്ട് ചെയ്ത് വന്നപ്പോൾ 4 ലെയർ കിട്ടി. നമ്മൾ ഒരു ഡ്രീം കേക്ക് ചെയ്യാനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ 4 ലെയർ കിട്ടിയെ കൊണ്ട് 2 ലെയർ വെച്ച് നമ്മൾ 2 ഡ്രീം കേക്കുകളും ഇവിടെ ചെയ്യുന്നത്. ഇത് തുടങ്ങാം. അതിന് വേണ്ടി 2 ടിന്ന് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ ലെയർ അളന്ന് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ടിന്നിൽ നമുക്ക് ഈ ലെയർ വെച്ച് കൊടുക്കാം. ലെയർ 2 ടിന്നിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടിന്നിൽ പഞ്ചാര ലായനി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ടിന്നിലും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ലെയർ വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിലേക്ക് പാതി മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് പൗഡർ ഇതിലോട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കളറിൽ ലേശം പൗഡറും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് പൗഡറും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശായിട്ട് 2 ലെയറിലോട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് നിരപ്പാക്കി കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചാര ലായനിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറിൽ ഈ ക്രീം ഒന്ന് ചേർത്ത് കൊടുക്കാം, ചോക്ലേറ്റിൻ്റെ. ഇനി നമുക്ക് ഈ ക്രീം ഒന്ന് നിരത്തിയെടുക്കാം. ഡ്രീം കേക്കിൻ്റെ മണ്ടയിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഡയറി മിൽക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പൊടിച്ചെടുക്കാം. മിൽക്കി ബാറും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മെൽറ്റ് ആയ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് ഇറക്കി വയ്ക്കാം. ഇതിവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ 2 ടിന്നിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിവിടെ ഒന്ന് അടച്ചൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി ഫ്രീസറിലേക്കൊന്ന് വയ്ക്കാം. പൈനാപ്പിൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ശർക്കര പാനി ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനു വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് പൈനാപ്പിൾ വീണ് ചതഞ്ഞതാണ്. ഇത്രയും ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ തൊലി ഒന്ന് കളയാം. തൊലി കളഞ്ഞ് ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൂളി കൊച്ചതായിട്ട് അരിഞ്ഞെടുക്കാം. ഇവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പായസത്തിന് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇതെല്ലാം ചെറുതായിട്ട് നമുക്ക് നല്ലോണം അരിഞ്ഞെടുക്കാം. പൈനാപ്പിൾ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനിയോടെ മുറുക്കിയിട്ട് മാറ്റിയെടുക്കാം. ശർക്കര പാനിയുടെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കല്ലും വെള്ളം പോലെ അതൊന്ന് അരിച്ച് മാറ്റി. പായസം വെച്ച് തുടങ്ങാം. നമുക്ക് ആദ്യം ഒന്ന് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. ആവശ്യത്തിന് നെയ്യ് വീത്തി തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. ചുമന്ന കളറായി ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന പൈനാപ്പിളും കൂടെ ഈ തേങ്ങാക്കൊത്തിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തേങ്ങാക്കൊത്തും പൈനാപ്പിളും കൂടെ
നല്ലോണം വേവണം. തീ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് പൈനാപ്പിൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ശർക്കര പാനിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ശർക്കര പാനിയിൽ കൂടെ കിടന്ന് ഈ പൈനാപ്പിൾ ഒന്ന് വെന്ത് തരണം. ഇപ്പോഴും തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാണ്. ഇത് ശർക്കര പാനിയിൽ കിടന്ന് പൈനാപ്പിൾ നല്ലോണം വെന്ത് വറ്റി വരണം. നന്നായിട്ട് നമുക്ക് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര പാനിയിൽ പൈനാപ്പിൾ എല്ലാം വെന്ത് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് രണ്ടാം പാലൊന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തീ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാണ്. ഇതിവിടെ തേങ്ങാപ്പാൽ രണ്ടാം പാല് വറ്റി വരണം. വറ്റി വരുമ്പോൾ നമുക്ക് പിന്നെ അടുത്ത പാല് ഇതിവിടെ വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാല് ചേർക്കുന്ന മുമ്പ് ചവ്വരിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ഒന്നാം പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെയ്യ് വീത്തി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ വറുത്തെടുത്ത് പായസത്തിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ നെയ്യിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പായസത്തിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗൾ പച്ചക്കപ്പലണ്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കാൻ വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം. തീ കൂട്ടി വയ്ക്കരുത്, കരിഞ്ഞു പോകും. ചൂടാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പൊടിയൊന്ന് കളഞ്ഞു. ഇതിവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് തണുക്കാൻ മാറ്റാം. പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. തണുക്കാൻ തണുത്തിട്ട് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞൊന്ന് മാറ്റിയെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞത് ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി കപ്പലിൻ്റെ മിഠായി ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടി ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. കപ്പലിൻ്റെ മിഠായി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ശർക്കര പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതാകുമ്പം കല്ലും മണ്ണൊന്നുമില്ല, നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ശർക്കര ഉരുക്കാൻ. അര ഗ്ലാസ് വെള്ളവും കൂടി ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഉരുക്കിയെടുക്കാം. ഇതിവിടെ കരിയരുത്. കരിയാതെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ഉരുക്കിയെടുക്കണം. പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും. ഇതിവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പരുവത്തിനാണ് ഈ കപ്പലണ്ടി ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മളത് ശകലം പരുവാൻ വേണ്ടി വെള്ളം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ശബ്ദം കേൾക്കും. ഇതിൻ്റെ മിഠായി ആയിട്ടുണ്ടെന്നുള്ള ശർക്കര പാനി വീഴുമ്പോൾ ഒരു മിഠായിയുടെ ഒരു ശബ്ദം കേൾക്കും. അത് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇതാണ്
നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. നേരത്തെ നമ്മൾ പാത്രം തയ്യാറാക്കി വെച്ചായിരുന്നു, ഫോയിൽ പേപ്പറൊക്കെ വെച്ച്. നമുക്ക് ഈ കപ്പലണ്ടി മുട്ടായി ഇതിലേക്കൊന്ന് തട്ടിയിട്ടൊന്ന് നിരത്തിയെടുക്കാം. ചൂടോടെ തന്നെ നമുക്ക് ഇട്ട് കൊടുത്ത് നിരത്തിയെടുക്കാം. 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് കോരി കാണിച്ചു തരാം. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ്, അടിപൊളിയല്ല. നമുക്കിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. നല്ലോണം തന്നെ കാണുന്നില്ല. ഇതിവിടെ നല്ലോണം നിരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ദിവസം കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നാളത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പാലൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ഐറ്റം ഉണ്ടാക്കിയാണ്. അതിലേക്ക് പാൽപ്പൊടിയും ചേർത്ത് നമുക്ക് പാലും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പിസ്ത എസൻസ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പാലും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പാലിവിടെ ചൂടായി വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ കലക്കി വെച്ച മിക്സ് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനിവിടെ ആവശ്യത്തിന് മധുരത്തിന് നമുക്ക് മിൽക്കി മേഡ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. മിൽക്കി മേഡും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഗരം മസാല ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പൊടിച്ച് മാറ്റിയെടുക്കാം. നെയ്യ് വീത്തി നമുക്കൊന്ന് ഞവടിയെടുക്കാം. ലോ ഫ്ലെയിം ഇട്ട് നമുക്ക് അടിയൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് നെയ്യ് തടവി കൊടുക്കാം. പൊടിച്ചെടുത്ത വെറും മസാല നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്തെടുക്കാം. ഇതിവിടെ ഒന്ന് നിരത്തിയെടുക്കാം. 2 ലെയറായിട്ടാണ് വെക്കേണ്ടത്. നമുക്കൊന്ന് നിരത്തിയെടുക്കാം. ഈ മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മറു സൈഡ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കൊള്ളാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയല്ല. ഇതെല്ലാം ഇവിടെ ഒരേ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ ഒരേ പ്ലം കേക്ക് തയ്യാറാക്കാൻ വേണ്ടി അതിന് വേണ്ടി 1 കപ്പ് മാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അരിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഗ്രാമ്പൂവും പട്ടയും കൂടെ പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ ഏലക്കയുടെ പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് അരിച്ചെടുക്കാം.
ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ ഗ്യാസ് ഒന്ന് ലോൺ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് പഞ്ചസാര മെൽറ്റ് ആവാൻ വേണ്ടി വെള്ളവും ചേർത്ത് കൊടുക്കണ്ട, തനിയെ അങ്ങ് മെൽറ്റ് ആയിക്കോളും. മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര ഇവിടെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. മെൽറ്റായി കൂടെ നല്ലോണം ഒന്ന് മെൽറ്റായി വരണം. പഞ്ചസാര മെൽറ്റായി തുടങ്ങുമ്പോൾ കരിഞ്ഞു പോവാതെ നോക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണം. ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം വെള്ളം വീത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. മുഖത്തൊക്കെ തെറിക്കും. നമുക്കൊന്ന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. വെള്ളം വീത്തി ഉടഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം. അതിന് വേണ്ടി 3 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലോട്ട് ഈ മുട്ട ഒന്ന് പൊട്ടിച്ച് വീഴ്ത്താം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എസൻസും പഞ്ചസാര പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറേശ്ശെ പഞ്ചസാര പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ മാവിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരേ സൈഡിലോട്ട് തന്നെ വെച്ച് കറക്കി എടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇന്നലെ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാ വീഡിയോ ഞാനൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എല്ലാ വീഡിയോ ഞാൻ പ്ലം കേക്കിൻ്റെയൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പഞ്ചസാര പാനി മെൽറ്റ് ചെയ്തതും കൂടെ നമുക്ക് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പാത്രത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് ഞാൻ പാത്രം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഞാൻ പാത്രത്തിലോട്ടെല്ലാം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മാറ്റി വെച്ചായിരുന്നു. അതൊക്കെ മുകളിലേക്ക് വിതറി, കുറച്ച് മുന്തിരിങ്ങയും കൂടെയൊക്കെ വിതറി, ഇഡ്ഡലി പാത്രത്തിൽ ഒരു വടയും വെച്ച് കുറച്ച് ഉപ്പും ഇട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കൊന്ന് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കേക്ക് ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം.
പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കേക്ക്, നല്ല പഞ്ഞിയാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പാൽപ്പായസം വെക്കാൻ വേണ്ടി ഞാൻ അരി വെള്ളത്തിൽ ഇട്ടായിരുന്നു കോത്തിയെടുക്കാൻ. ഇപ്പോൾ കോന്ന് വന്നിട്ടുണ്ട്. നമുക്കൊരു കുക്കറിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പായസം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഈ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് പാലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നേരത്തെ വേവിച്ച് വെച്ച ചോറും കൂടെ നമുക്ക് ഈ പാനിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ഒന്ന് നെയ്യിലേക്കൊന്ന് ഇതാക്കി ഒന്ന് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ നെയ്യിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത് പായസത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പായസത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യാം. കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കാം. പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്യാം. പതിനാറ് കാടമുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായി ഈർക്കിലൊന്ന് കുത്തിയെടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കാടമുട്ട നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊടിയാതെ വേണം ഇളക്കാൻ. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഓരോന്ന് ഈർക്കിലിൽ കുത്തി നമുക്കൊന്ന് മാറ്റിയെടുക്കാം. പതിനാറെണ്ണം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ഈർക്കിലിൽ കുത്തി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം.
സൂപ്പിനകത്ത് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളക്കിയിട്ട് വെജിറ്റബിൾ സൂപ്പാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്, മിക്സ്ഡിൻ്റെ. വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സൂപ്പൊന്ന് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. റെഡിയായി കിട്ടിയിട്ടുണ്ട്. പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നമുക്കൊന്ന് വീശി കൊടുക്കാം. അമൃതം പൊടി വെച്ചൊരു പുഡിംഗ് ഉണ്ടാക്കിയാണ്. അതിനുവേണ്ടി നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇവിടെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് അലിഞ്ഞ് വരണം. എല്ലാം പഞ്ചസാരയുടെ കൊണ്ട് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇതോടെ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇതോടെ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. പഞ്ചസാര മെൽറ്റ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്ന അമൃതം പൊടിയാണ്. 6 മാസം മുതൽ 3 വയസ്സ് പ്രായം വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണ് ഇത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇതാണ്. അത് നമുക്ക് എല്ലാ കുട്ടികൾക്കും കൊടുക്കാം. എല്ലാ പലഹാരവും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പുട്ട്, പല പല പലഹാരങ്ങളും നമുക്കിതെല്ലാം ഉണ്ടാക്കി കൊടുക്കാവുന്ന മധുരമുള്ള സാധനമാണ് അമൃതം പൊടി. അതിനുവേണ്ടി 2 മുട്ട ഒന്ന് പൊട്ടിച്ച് നമുക്ക് വീഴ്ത്തി കൊടുക്കാം. അരക്കപ്പ് പഞ്ചസാരയും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മാവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മധുരം ഉള്ളത് കൊണ്ടാണ് അരക്കപ്പ് പഞ്ചസാര ഞാൻ ചേർത്തേക്കുന്നത്. മാവിൽ നല്ല മധുരമുണ്ട്. 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ പഞ്ചസാര മെൽറ്റ് ചെയ്തത് ഒരു കുക്ക് ചെയ്യുന്നൊരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ മാവൊന്ന് അടിച്ചെടുത്തത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ കുക്ക് ചെയ്യാൻ എടുത്തേക്കുന്ന ഇഡ്ഡലി പാത്രമാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് ഒരു വളയവും വെച്ച് ഇഡ്ഡലി പാത്രത്തിലോട്ടൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. ഉരുളൻകിഴങ്ങ് വെച്ച് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് വേവിച്ചൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചേർത്തെടുക്കാം. ഇതിലേക്ക് അരക്കപ്പ് അരിമാവൊന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക്. ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ ഉരുളായിട്ട് ഉരുട്ടിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് ഞവടിയെടുക്കാം. കൈ ഒന്ന് നനച്ചുകൊണ്ട് നമുക്കൊരേ ബൗളായിട്ടൊന്ന് ഉരുട്ടി പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. ചട്ടി വെച്ച് ഞാൻ എണ്ണ ചൂടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരേ ബൗളായിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണം. ഇത് കരിഞ്ഞു പോകാതെ നോക്കണം. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇതിവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റിയെടുക്കാം. ഇത് കണക്ക് തന്നെ നമുക്ക് ഇതെല്ലാം ഫ്രൈ ചെയ്തിരുന്നു കോരി മാറ്റിയെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചട്നി ആയിട്ടൊന്ന് കഴിച്ചു നോക്കാം. ചട്നി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ബീട്രൂട്ടിൻ്റെ കളർ വെച്ചൊരു ഇടിയപ്പം ഉണ്ടാക്കിയാണ്. അതിന് വേണ്ടി മാവ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഇതിലേക്കൊന്ന് വീത്തി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ബീട്രൂട്ടിൻ്റെ കളറും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തിളച്ച വെള്ളത്തിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ അതിന് വേറെ ഉപ്പൊന്നും ചേർക്കണ്ട. ഒരു റൗണ്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ റൗണ്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കിതിങ്ങനെ ഇതാക്കി ഇട്ട് കൊടുക്കാം. മാവ് ഇവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ശകലം എണ്ണ ഒന്ന് തടവി കൊടുക്കണം. അപ്പം നമുക്ക് പ്രസ് ചെയ്യുന്നത് എളുപ്പമായിരിക്കും. ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇനി എല്ലാത്തിലും തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഒരു റൗണ്ട് നമ്മളെല്ലാം കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മണ്ടയിലേക്ക് എല്ലാത്തിലും ഒന്ന് തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. ലേശം തേങ്ങ എല്ലാത്തിലും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ തട്ട് റെഡിയായി മാറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ തട്ടും അത് കണക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ആവി വെച്ച് വേവിച്ചെടുക്കാം. ഇതും നമ്മൾ ആ റൗണ്ട് അത് കണക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒന്ന് ഇട്ട് കൊടുത്ത് ഇത് കണക്കൊന്ന് എടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്കൊന്ന് ഇറക്കി വെച്ച് ആവിയേറ്റി വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്കൊന്ന് ഇറക്കി വയ്ക്കാം. രണ്ടാമത്തെ തട്ടും കൂടെ ഒന്ന് വെച്ച് കൊടുത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു വേറെ പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇടിയപ്പം ബീഫ് കറിയായിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എന്നാൽ നമുക്കൊരു പോപ്കോൺ ഉണ്ടാക്കിയാലോ? നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ള ഉത്സവപ്പറമ്പിലൊക്കെയാണ് മേടിച്ചു കൊടുക്കുന്നതും അവിടെ പാക്കറ്റിൽ മേടിച്ചു കൊടുക്കുന്നത് 40-50 രൂപയുടെ പാക്കറ്റാണ്. ഇപ്പം എന്ന് വെച്ചാൽ 24 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു പാക്കറ്റ് പോപ്കോൺ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കുട്ടികൾക്ക് ആഗ്രഹങ്ങളൊക്കെ നമുക്ക് കഴിക്കാനും കിട്ടും. അതുകൊണ്ട് നമുക്കിന്ന് പോപ്കോൺ ഉണ്ടാക്കിയാലോ വീട്ടിൽ? അതിന് വേണ്ടി ഗ്യാസിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പോപ്കോൺ ഒരു പാക്കറ്റ് ഇതിലേക്കൊന്ന് തട്ടിയിട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പാക്കറ്റാണ് തട്ടിയിട്ട് വയ്ക്കുന്നത്. നമുക്കൊന്ന് അടച്ചു വെച്ചത് ഇപ്പം തന്നെ ഇതാവും പോക്കും. ഒക്കെ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചു.
മെഡിക്കൽ കടകളിൽ നിന്നൊക്കെ കിട്ടും. അത് വീട്ടിലുണ്ടാക്കാൻ നോക്കുക മേടിച്ച്. അതായത് ഇവിടെ ഒരു പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വീട്ടിലുള്ളവർക്ക് എല്ലാം കഴിക്കാൻ കിട്ടും. ഒരു പ്ലേറ്റ് നിറച്ച് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 3 മക്കൾക്കും എനിക്കും കഴിക്കാനുള്ളതുണ്ട്. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ നിറച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ഷാർജ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പൊടിയാക്കി എടുത്തിട്ടുണ്ട്. പശു പാലാണ്. നമുക്കിതൊന്ന് പൊടിച്ച് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കട്ടിപ്പാലായിരുന്നു, പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. പാലിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 ഞാലിപ്പൂവും പഴവും ചേർത്ത് കൊടുക്കാം. കൊച്ചുങ്ങളൊക്കെ ചോറ് തിന്നിട്ട് കിടന്നായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഞാനൊന്ന് കഴിക്കാൻ പോകുന്നത് ബിരിയാണി, പപ്പടം, സലാഡ്, അച്ചാർ. നമ്മുടെ കുട്ടിയൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ ബിരിയാണി ചോറ്, നല്ല ടേസ്റ്റുമുണ്ട് കഴിക്കാൻ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.